അവിടെ ആരും ഇല്ലേ? ചേട്ടാ, എന്തായിരുന്നു? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. എന്താ പേരെന്താ? സുമ. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ, സ്കൂളിന്റെ അടുത്ത്. വീട്ടിലാരൊക്കെ? ഹസ്ബൻഡ് 2 മക്കളും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് KSRTCയിലാണ്. ഓക്കെ. അല്ല, ഇതൊക്കെ ഞാനല്ലേ ചോദിക്കേണ്ടത്? ഞാനല്ലേ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നത്. ശരിയാണല്ലോ. താങ്ക് യു. ഇതൊക്കെ എല്ലാ വീട്ടിലും എഴുതി കുത്തിക്കൊണ്ട് പോകണ്ടല്ലേ? ഇത് കാര്യമുള്ള കാര്യത്തിന് വല്ലതാണോ അതോ? സർക്കാരിന്റെ കാര്യമല്ലേ, ഇതൊക്കെ സമയത്ത് ചെയ്യണ്ടേ? ഹരിന്നല്ലേ പേര്? പേര് ഹരിന്നല്ലേ? എന്നെ അറിയാവോ? ഞാനൊന്നും മറന്നിട്ടില്ലപ്പാ. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് പിന്നെ സ്മിത. അല്ല, മറന്നിട്ടില്ലെന്ന് പറഞ്ഞത്? എന്റെ മനസ്സിലെല്ലാം ഇങ്ങനെ പച്ച കുത്തിയ പോലെ കിടപ്പുണ്ടേ. ഇവിടെ ആരൊക്കെ ഉണ്ട് വേറെ? ഇവിടെ ഞാനും വൈഫിന് 2 കുട്ടികളുണ്ട്, പിന്നെ അച്ഛനുണ്ട്. പേരെന്തായിരുന്നു? എന്നെ മറന്നു അല്ലേ? അല്ല, അതല്ല. ഞാൻ ഈ വീട്ടില് എത്ര മുറികളാ? 4 മുറി മൊത്തം. ഹാള്, കിച്ചൺ. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റിയിട്ടില്ല. മൊത്തം വാർക്കലാണോ അതോ ഓടുണ്ടോ? അല്ല, ഇത് ഫുള്ള് വാർക്കലാണ്. ഞാൻ പ്രതീക്ഷിച്ച് എന്നെ ഓർക്കുന്നു. അല്ല, അതാ എനിക്ക് പെട്ടെന്ന്. ചേട്ടാ, ഇത് ടൈലാണോ അതോ ഗ്രാനൈറ്റ്, മാർബിൾ, അങ്ങനെ മൊത്തം വേറെ വേറെ ആണോ അതോ ടൈല്? ടൈലാണ്. ഞാൻ ഒന്ന് പറ പ്ലീസ്. ഞാനത് ഇവിടെ ടൈലും അകത്ത് വേറെയാണോ? അല്ല, ഇവിടുത്തെ ടൈൽ ഇവിടെ ഇടും, അകത്ത് വേറെ ടൈല്. അതല്ലേ ചേട്ടാ, മൊത്തം ടൈലാണോ? ഈ ഒരേ ടൈല് തന്നെ? എവിടെയാണ്? കാറുണ്ടോ? കാറുണ്ട്, പെയ്യാൻ സാധ്യതയില്ല. അയ്യോ, മഴക്കാറല്ല ചേട്ടന് കാറുണ്ടോന്ന്? കാറൊന്നും. എന്നാലും ഇത്രയ്ക്ക് മറവിയൊക്കെ മനുഷ്യർക്ക് വരുമോ? പറവൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. എടോ, താനെന്നെ ഓർക്കുന്നില്ലേ ഹരി? ഞാൻ വെറുതെ ചേട്ടാന്നൊക്കെ വിളിച്ചെന്നേ ഉള്ളൂ. എനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എടോ, ഞാൻ തൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച സുമ. സ്കൂളിൽ പഠിച്ചതാ? സ്കൂളിലൊക്കെ നമ്മൾ വർഷങ്ങളായില്ലേ. അപ്പം അത് തന്നെയല്ലേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയില്ലേ. താനൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പണ്ടത്തെ സ്കൂളിലെ ഇത്. ഇവിടെ 2 വശം മുടിയൊക്കെ പിന്നിയിട്ട്, ഹാഫ് സാരിയും പാവാടയൊക്കെ ഇട്ട്, ഗോപി പൊട്ട് തൊട്ട് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ മാറോട് അടുക്കി പിടിച്ച് ഒരു റെയിനോസ് പേനയൊക്കെ ആയിട്ട് വരുന്ന ഒരു സുമയെ താൻ ഓർക്കുന്നുണ്ടോ? തന്നെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ശങ്കറിനെ പോലുള്ള മുടി, ഒരു പഴുതാര മീശയൊക്കെ, മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന ആ പയ്യനെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ ഓർക്കുന്നു. ഞാനിനി ഒട്ടും ഓർക്കുന്നില്ലേ? അല്ല, സുമേ ഇപ്പൊ ഓർക്കുന്നുണ്ട് കുറച്ചൊക്കെ. താൻ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറന്നുപോയോ? നമ്മൾ ഒളിച്ചോടാൻ വരെ പ്ലാൻ ചെയ്തതല്ലേ ഹരി? സത്യം പറഞ്ഞ സുമ ഇങ്ങനെ കോളേജിൽ പോണ കാണുമ്പം അസൂയ തോന്നുക. എന്നാ പിന്നെ എൻ്റെ കൂടെ കോളേജിൽ വരാൻ മേലായിരുന്നോ? അത് ഞാൻ പ്രീ ഡിഗ്രി ജയിച്ചില്ലല്ലോ. സുമ തോറ്റാ മതിയായിരുന്നു. അയ്യോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം എന്നുള്ളതേ എൻ്റെ ഓപ്പയുടെ നിർബന്ധമായിരുന്നു. വേണു ഓപ്പയുടെ ഓപ്പ. സുമേ, ഇനി ഞാൻ വിളിക്കുമ്പോൾ സുമ എൻ്റെ കൂടെ ഇറങ്ങി വരണം. പിന്നെ എൻ്റെ കാര്യം അറിയാല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ പോരുമ്പം വെറും കൈയോടെ പോരണ്ട, എന്തെങ്കിലും കൂടെ എടുത്തുകൊണ്ട് പോരണം. എടുക്കാനാണെങ്കിൽ റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ, അത് മതിയോ? റേഷൻ കാർഡിൽ എൻ്റെ പേരില്ലല്ലോ, പിന്നെ എന്തിനാ സുമേ റേഷൻ കാർഡ്? ഇല്ല, പക്ഷെ എൻ്റെ വേണോപ്പയുടെ പേരുണ്ട്. എന്ത് പറഞ്ഞാലും ഓപ്പ 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 കോപ്പ. പെണങ്ങല്ലേ? SSLC പാസ്സായ നാൾ മുതൽ നെഞ്ചിൽ കൊതിയല്ലേ,
പ്രീ ഡിഗ്രിക്കു നമ്മൾ വേറെ ഗ്രൂപ്പായി പോയില്ലേ, എങ്കിലും നിൻ പ്രേമം ഞാൻ ചത്താലും മറക്കില്ല. ഓട്ടോഗ്രാഫിൽ എഴുതി തന്ന തുണ്ടുകളൊന്നും മറക്കില്ല. I love you, I love you, I love you, I love you. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്നാലും അത് എന്തായിരിക്കും? ഇനി ഇത് ഉള്ളതാണോ? താൻ എന്തൊരു മനുഷ്യനാണോ ഹരി. ശരിക്കും പറഞ്ഞ എനിക്ക് സെൻസസ് ഇവിടെ അല്ലായിരുന്നിട്ടും ഞാൻ ഈ റൂട്ട് ചോദിച്ച് മേടിച്ചതാ. എന്തിനാന്നറിയാം? തന്നെ ഒന്ന് കാണാൻ, തൻ്റെ അടുത്തൊന്നിരിക്കാൻ, തന്നോടൊന്ന് മിണ്ടാൻ. തന്നെ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിടൂ. എനിക്ക് അത്ര പെട്ടെന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ മനസ്സിൽ എന്നെ പറ്റിയുള്ള ഓർമ്മയുടെ ഒരു കണിക പോലും ഇല്ലെന്നറിയുമ്പോ എന്റെ മനസ്സ് വിങ്ങുക. ഇല്ല, ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, ഞാൻ എല്ലാം ഓർക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് അത്രയ്ക്ക് വേദനിക്കുന്നു. കരയാതെ. ഇത്രയും നാളും തന്നെയാണല്ലോ ഞാൻ എന്റെ മനസ്സിലിട്ടിരുന്നത്. കരയാതെ സുമേ, ഞാനിപ്പോ എല്ലാം ഓർക്കുന്നുണ്ട്. നമുക്ക് ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ പിന്നെ സെൻസസ് എടുക്കാൻ വന്നിട്ട് അങ്ങനെ അകത്തിന് സംസാരിക്കാം. നീ അകത്തിന് സംസാരിക്കുന്നു. കരയാതെ. സുമേ, സത്യം പറഞ്ഞാൽ സുമ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. കാരണം സുമ എൻ്റെ ജീവിതത്തിലേക്ക് നേരത്തെ വരേണ്ട ഒരാളായിരുന്നു. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു ചായ ഉണ്ടാക്കിത്തരാൻ, ഒരു ഊണ് വിളമ്പിത്തരാനൊന്നും അവൾക്ക് ഒരു താല്പര്യമില്ല. എന്നോടൊരു സ്നേഹവും ഇല്ല. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ എന്നും ഇരിക്കുന്ന സുമയെ തന്നെയായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അത് സുമ നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോഴാ അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ കരുതിക്കോളാം. ഞാൻ ചായ ഉണ്ടാക്കി തരട്ടെ? ഞാൻ ചായ ഇട്ട് തന്നാ കുടിക്കുവോ? പിന്നെ സുമയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കാൻ എത്ര നാളായി ഞാൻ കൊതിക്കുന്നു എന്നറിയാമോ? എന്നാ എവിടെ അടുക്കള എന്ന് പറഞ്ഞു? അടുക്കള അങ്ങ് പോയാ മതി, ഞാൻ പുറകെ വരാം. ശരി. പഞ്ചസാര സുമയിടുമ്പോൾ തേയില ഞാനിടും. തേയില, പഞ്ചസാര, തേയില, അങ്ങനെ പഞ്ചസാര പോടുന്നു. ആളില്ലാന്ന് തോന്നുന്നു. ആ ശരിയാണ്. ആമതാലകത്തേക്ക് ഇട്ടണ പോലെ പോയെന്താണ്? കണ്ട് ഇങ്ങനെ വന്നേ. ഈ സുമ വന്ന സമയത്ത് തന്നെ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ ഉള്ളത്? എന്താടാ? അല്ല, നീ ഭയങ്കര അർജന്റീന ഫാൻ ആയിരുന്നില്ല. അർജന്റീന ജയിക്കുമെന്നോ അർജന്റീന 10 ഗോൾ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ നീ ബ്രസീലിന്റെ യൂണിഫോം എടുത്ത് ഒളിച്ചിരിക്കണ ഭാഗത്ത്. ഇല്ല, അതല്ല, ഞാൻ വേറെ കാര്യം ഞാൻ ആലോചിച്ചു. കളി കണ്ടായിരുന്ന? കളി എന്താണ്? സ്പെയിൻ സൂപ്പർ കളിയല്ലേ കളിച്ചത്. പിന്നെ അർജന്റീനയുടെ കാലിൽ ബോൾ കിട്ടിയിട്ട് വേണ്ടേ ഗോൾ അടിക്കാൻ. ശരിക്കും പറഞ്ഞ സ്പെയിനും അർജന്റീനയുടെ ഗോളിയും തമ്മിലാണ് കളിച്ചേക്കണം. എനിക്ക് ഗോളിയാണ് കളിച്ചത്. അർജന്റീനയുടെ ഗോളിനെ മാത്രമേ കാണിച്ചുള്ളൂ, മറ്റേ ഗോളി വിശ്രമിക്കണായിരുന്നു. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. അല്ല, ചെലവ് ചെയ്യണം. അതിന് വേണ്ടി വന്നാൽ തോറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടെ കഴിയട്ടെ. ഇപ്പൊ ഒന്നും അതിനുള്ള മൂടല്ല. അല്ല, എന്നൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ പോയിട്ട് മേടിച്ചിട്ട് സ്പെയിൻ ജയിച്ചതല്ലേ? അത് തന്നെ ഞങ്ങൾ മേടിച്ചോണ്ടാ. പോട്ടോ, രണ്ടുപേരും കൂടെ പോട്ടോ. രണ്ടുപേരും കൂടെ എന്തിനാ പോണേ? ഇപ്പം പോയിട്ട് പറ്റേ നിങ്ങൾ ഇവിടെ എനിക്ക് സാധനമൊക്കെ സെറ്റാക്കി ഞാൻ ഇപ്പൊ സാധനം മേടിച്ചോണ്ട് വരാന്ന്. ഇല്ലെന്ന് രണ്ടുപേരും കൂടെ പോടാ, അവരൊരു കൂട്ടാവൂല. അവൻ എന്തിനാ പോണ? അവൻ ഒറ്റക്ക് പോകൂലേ? ഇവിടെ അച്ഛന്റെ കാര്യം, അച്ഛന് വയ്യാണ്ടിരിക്കുകയാണ്. അയ്യോ, അച്ഛൻ എന്താ പറ്റിയ? റബ്ബർ ബാൻഡിന്റെ അസുഖം. അതെന്താണ്? വലിവ്. അയ്യോ, കാരണം അതിന്റെ ടെൻഷൻ. അച്ഛനൊന്നും കാണാൻ വേണ്ട. കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് കാര്യം കടത്തി വിടണ്ടെന്നാ പറഞ്ഞിരിക്കുക ഡോക്ടർ. ഇൻഫെക്ഷൻ ഉണ്ടാവും വായില്. വലിവിനാ? ഉണ്ടാകൂടാ. നീ ഒരു കാര്യം ചെയ്യും, ഒരു സാധനം മേടിച്ചു. ഒരു കാര്യം, ഇവനെ ആകെ ടെൻഷനിലല്ലേ, ഞാൻ പോയി സാധനം മേടിച്ചിട്ടുണ്ട്. പോട്ടോ, വെള്ളവും സാധനങ്ങളെ സെറ്റ് ചെയ്തു. ഞാൻ പറയണ
ഇല്ല വേണ്ട, പോയിട്ട് വാ. 2 ഹെൽമെറ്റ് ഇല്ല, അവന് മാത്രമേ ഹെൽമെറ്റ് ഉള്ളൂ. ഇന്നലെ പോലീസും പിടിച്ച് അതിന്റെ കാശും കള്ളം. നിനക്ക് ഇത്ര ടെൻഷൻ എന്തിനാണ്? അവൻ പോയിക്കോളും. അല്ല അവനൊരു കൂട്ടുണ്ട് ഉണ്ടെന്നാണ് ഓർത്താണ് ഞാൻ പറഞ്ഞത്. പോയിട്ട് വരാം. അതിന് അവൻ പോയിക്കോളും. അല്ലടാ, അച്ഛനെന്ന് രാവിലെ എന്നെ കണ്ടപ്പോ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാണല്ലോ, പെട്ടെന്ന് കിടപ്പായ. അല്ല ശരിക്കും എന്താ പറ്റിയെന്താണ്? പറ്റിയത് അസുഖമല്ലടാ, മനുഷ്യന് പെട്ടെന്ന് വരുമല്ലേ. പിന്നെ കുറെ കാലം കൂടിയാണ് സുമ വന്നത് തന്നെ. സുമേ? പിന്നെ ആര് സുമേന്ന് പറഞ്ഞു? അല്ല നീ ഇപ്പോ സുമയെന്ന് പറഞ്ഞല്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊക്കെ തൂക്കി പിടിച്ച് വലിച്ചു പിടിച്ചോണ്ട് പോകും. ചുമയെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? രാവിലെ മുതലാണ് അച്ഛന് ചുമ പോന്നു. അതാണ് എന്തോ അച്ഛനും വലിക്കാൻ തുടങ്ങണം. നീ ഒന്നും പോയി. ചുമയുള്ളപ്പോ വലിക്കാൻ പാടില്ല. എടാ ഇത് ആവലിയല്ലടാ, ശ്വാസം വിടാൻ പാടില്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ നീ? ഇപ്പൊ എന്താ അല്ലേ, എങ്ങനെ നടന്ന മനുഷ്യനാണ്. ഇവനെയൊക്കെ ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അച്ഛന് കൊടുക്കാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ഇവന് മെഡിക്കൽ ഷോപ്പിലേക്ക് വിടാം. ഇവൻ മെഡിക്കൽ ഷോപ്പ് മുഴുവൻ കിടന്ന് തെണ്ടട്ടെ പട്ടി. അർജന്റീനയുടെ കളി കാണാൻ അർജന്റായിട്ട് ഓടി കിടന്ന മനുഷ്യനാണ്. സ്പെയിൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ പെയിനായി. കളി കാണാതിരുന്ന മതിയായിരുന്നു. അത്രയുള്ള കാര്യം. എടാ അതെ, ഈ മരുന്ന് അച്ഛന് ഉച്ചക്ക് മുമ്പ് കൊടുക്കണം. നീ കൊടുക്കണ്ടേ? അതല്ലെന്ന് മരുന്ന് കിട്ടാനില്ല. നമ്മുടെ ഇവിടുത്തെ കുറുപ്പേട്ടൻ മെഡിക്കൽ ഷോപ്പില്ലേ, അവിടെ ഇല്ല. പിന്നെ അപ്പുറത്തും ഇല്ല. നീ ഒന്ന് ടൗണിൽ വരെ പോയി വാങ്ങിച്ചില്ല. അവനിപ്പോ ടൗണിൽ പോയേക്കണല്ലേ, അവനെ വിളിച്ച് പറയാല്ല. അവനെ വിളിക്കണ നേരത്ത് നീ ഒന്ന് പോയിട്ട് വാടാ പോവേ. വേണ്ടെന്ന്, ഇതിപ്പോ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഈ സുമ വന്ന സമയം കൊള്ളാം. എടാ ഞാനേ വാട്സപ്പിൽ ഇവന്റെ അച്ഛന് വേണ്ട മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും മേടിച്ചോണ്ട് വരുവാ. കാശില്ലെന്നാ? അവന്റെ കാശുണ്ടാവൂല. അപ്പൊ ഗൂഗിൾ പേ ആയിട്ടെ ഞാൻ. നെറ്റില്ലെന്നാ? അവൻ്റെ നെറ്റുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നീ പോയിട്ട് വാ, പൈസ ഞാൻ തരാം. കൊടുക്കണ ഉച്ചക്ക് മുമ്പ് കൊടുക്കണ്ടാണ് കേട്ടോ. ഞാൻ പോയിട്ട് വരാം. നീ പോയിട്ട് എന്തിന്റെ അതൊക്കെ ചകഞ്ഞ് ചോദിക്കണ എന്തിനാടാ? നീ ഒന്ന് പോയിട്ട് വാ. എന്തിന്റെ മരുന്നാണിത്? എടാ അത് ഡോക്ടറോട് ചോദിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. നീ ഒന്ന് പോയിട്ട് വാ, ചെല്ലേ. വരുമല്ലോ. അങ്ങനെ എല്ലാ ശല്യങ്ങളും പോയി. അച്ഛനുറക്കം. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഞാനിത് ആരോട് പറയും? എല്ലാം പോയതേ. നിങ്ങളിവിടെ ഇത്രയും പേരുണ്ടായിട്ട് നിങ്ങൾക്കൊന്നും വന്ന് നോക്കാറുന്നില്ല ചേട്ടന്മാരെ? എനിക്ക് വയ്യേ, ഞാനിതെങ്ങനെ സഹിക്കൂ? ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ള എന്തെങ്കിലും സംഭവിച്ചു. നമുക്ക് അടുത്ത് ഇനി എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം അല്ലേ? ഇനി എന്താ ആലോചിക്കാനാ ചേട്ടന്മാരെ? പോവാനുള്ളത് മൊത്തം പോയില്ലേ, ഇനി എന്താ ആലോചിച്ചിട്ട് എന്തിനാണ്? എനിക്കറിയായിരുന്നു പോകും. അവസാനമായിട്ടൊന്നും കാണണമെന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൻ സമ്മതിച്ചില്ല. അപ്പൊ അവൻ പറഞ്ഞു അച്ഛൻ കഴിക്കാനുള്ള ഗുളികയാണ്, ഇത് എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ടാണെങ്കിലും മേടിച്ചോണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞ് പോകാത്ത മെഡിക്കൽ ഷോപ്പിൽ എല്ലായിടത്തും പോയി, ഒരിടത്തും ഈ ഗുളിക കിട്ടാനില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യൻ പോകില്ല. എവിടെ പോകൂലായിരുന്നു? അച്ഛൻ മരിച്ചു പോയി പറഞ്ഞു. അച്ഛനവിടെ കണ്ണെന്ന് പറഞ്ഞ് കട്ടിലേ കിടപ്പുണ്ട്, എന്റെ കെട്ടിയാന്തി അവിടെ പോകില്ലാണ്ട് കിടപ്പുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുന്നേ. നിങ്ങളല്ല ഈ വീട്ടിലുള്ളതാണോ? അല്ല, ഞങ്ങൾ അയൽവക്കത്തുള്ളതാണ് സാറ്. അല്ല, ഞാൻ സെൻസസ് എടുക്കാൻ വന്നതായിരുന്നു. സെൻസസ് എടുക്കാൻ വന്നതാണ്. നിങ്ങളുടെ സെൻസസ് എടുക്കാൻ വന്നേക്കാം. അതെ, സെൻസസ് എടുക്കാമെന്ന വ്യാജന നേരത്തെ ഒരു പെണ്ണിവിടെ വന്നു. എന്നെ ബോധം കെടുത്തിയിട്ട് ഈ വീട്ടിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും അവൾ എടുത്തോണ്ട് പോയി. ഇനി നിങ്ങൾക്കും കൂടെ എടുക്കാൻ ഇവിടെ ഒന്നുമില്ലേ?